ഇവിടേക്ക് ഒരിക്കൽ മാത്രമേ നോക്കൂ, പിന്നെ ഒന്ന് നോക്കാൻ കഴിയില്ല. അത്രയ്ക്കു ഭീകരമാണ് ആ കാഴ്ചകൾ. മീനച്ചിലാർ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി തീരത്തെ കെട്ടിടങ്ങളുടെ ശുചീകരണ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പരിശോധിക്കാനെത്തിയ നഗരസഭാ ചെയർപേഴ്സണും ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുന്ന സംഘമാണ് കാഴ്ചകൾക്ക് മുന്നിൽ അമ്പരന്നു നിന്നത്. മനുഷ്യവിസർജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പോലും നേരെ ആറ്റുതീരത്തേക്ക് തുറന്നുവച്ചിരിക്കുന്ന നിലയിലാണ് കെട്ടിടങ്ങളുടെ പിന്നാമ്പുറ കാഴ്ചകൾ. ഈരാറ്റുപേട്ട നഗരസഭ മാലിന്യമുക്ത നഗരസഭയായിട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈരാറ്റുപേട്ടയിലെ ആറുകൾ, ആദ്യമായിട്ട് ഈരാറ്റുപേട്ടയിലെ ആറുകൾ, സമർത്ഥമായ രണ്ട് ആറുകളാണ് ഈരാറ്റുപേട്ടയിലൂടെ കടന്നു പോകുന്നത്. ഈ ആറുകൾ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. അതിന് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ, ഇവിടുത്തെ 3 സന്നദ്ധ ടീമുകളും നഗരസഭയും നഗരസഭാ ഭരണസമിതി ചെയർമാനും ഉൾപ്പെടെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ടീം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മീനച്ചിലാറിന്റെ തീരത്തുള്ള പല ലോഡ്ജുകളിൽ നിന്നും മാലിന്യങ്ങൾ കെട്ടി സൂക്ഷിക്കുകയും മഴ സമയങ്ങളിൽ ആറ്റിലേക്ക് വലിച്ചെറിയുന്ന ശീലമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പരിശോധനാ സമയത്ത് കണ്ടിരുന്നത് ബഷീർ കാരക്കാട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കെട്ടിടത്തിന്റെ പുറകുവശത്ത് നിന്ന് സെപ്റ്റേജ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നേരിട്ട് ആറ്റിലേക്ക് ഒഴുക്കിവിടുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി അതിന്റെ കെട്ടിട ഉടമസ്ഥനെ ഞങ്ങൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ അതിന്റെ വിളിച്ചു വരുത്തുകയും തക്കതായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 10 ദിവസത്തിനകത്ത് അത് ക്ലിയർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്തില്ല എങ്കിൽ കർശന നടപടി, അതായത് 340A പ്രകാരമുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും. ഇതുപോലെ മാലിന്യം തോട്ടിലോട്ടും മാറ്റിലോട്ടും വലിച്ചെറിയുന്ന ഒരു നാട് വേറെയില്ല. അതായത് ഭക്ഷണ വേസ്റ്റും മനുഷ്യ വിസർജ്ജ വേസ്റ്റും, സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാട്, കുട്ടികൾ ഉപയോഗിക്കുന്ന പാമ്പേഴ്സ്, മറ്റേ പിള്ളേരുടെ സ്നഗി, ഇതെല്ലാം അതിനകത്ത് എന്താ ഉള്ളത്? മനുഷ്യ വിസർജ്യമല്ലേ, മലമൂത്രമല്ലേ. ആ മലമൂത്രം നേരെ എന്ത് ചെയ്യുന്നു? ആറ്റിലേക്ക് വലിച്ചെറിയുന്നു. നിങ്ങളുടെ ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ താഴ്ഭാഗത്തുനിന്ന് കോഴിക്കടയിൽ നിന്നും ടോയ്ലറ്റിൽ നിന്നും വേസ്റ്റ് വെള്ളം അങ്ങോട്ട് വീഴുന്നു. തൊട്ട് താഴെ മൊഹീദ്ദീൻ പള്ളിയും മിനാർ പള്ളിയും നിൽക്കുന്നു. ആ 2 പള്ളിയിൽ നമസ്കരിക്കുന്നതിന് മുമ്പ് വെള്ളം വുളൂ ചെയ്യുന്നത്, അംഗശുദ്ധി വരുത്തുന്നത് ആ വെള്ളത്തിൽ നിന്ന് എടുത്താൽ അതിനപ്പുറത്തേക്ക് വല്ലതും ഉണ്ട്. ഈ ഞാൻ പറയും, നമ്മുടെ MES ജംഗ്ഷൻ മുതൽ അങ്കാളമ്മൻ കോവിൽ വരെയുള്ള മുഴുവൻ ഭാഗത്തുള്ള കെട്ടിടത്തിൽ നിന്ന് 2ാം നില, 1ാം നില, ഗ്രൗണ്ട് ഫ്ലോർ എല്ലാം കച്ചവടക്കാരാണ്. അതിന്റെ ബാക്കിൽ താമസക്കാർ, മേളില് 1ാം നില, 2ാം നില, 3ാം നില ഫുള്ള് ബായ്മാര്. ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്താ വൈകുന്നേരം എല്ലാവരും കിടന്നുറങ്ങിയതിന് ശേഷം ഇവിടെ 3-4 ദിവസമായിട്ട് നമ്മുടെ RRT ടീമുകളുണ്ടല്ലോ, ഇവിടെ നന്മക്കൂട്ടം, ടീം എമർജൻസി, ടേം റെസ്ക്യൂ ടീം, ഇവരെല്ലാം കൂടെ കുറേ ദിവസങ്ങൾ അതിന്റെ പുറകെ നിൽക്കുക. രാത്രി 11 മണിക്ക് ശേഷം ഒരു 12:30 മണി വരെ ഇവർ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റ് പ്ലാസ്റ്റിക് കൂടിൽ കെട്ടിയിട്ട് ഈ ആറ്റിലോട്ട് വലിച്ചെറിയുക. പക്ഷെ ആ ഭക്ഷണ മാലിന്യം ഈ പ്ലാസ്റ്റിക് കൂടി കെട്ടിയില്ലേ പിന്നെയും പല മീൻ കൊടുക്കാം, അതും വലിച്ചെറിയാൻ പാടില്ല. നമ്മൾ ഈ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നഗരസഭ നടപടിയെടുക്കാൻ പോകും. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാ. അപ്പൊ നിങ്ങൾ സഹകരിക്കുക. അതിനൊരു റീസണബിൾ ടൈം നഗരസഭ കൊടുക്കും. ആ സമയം ഇപ്പൊ നമുക്ക് ഞായറാഴ്ച ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ പോവാം. ഈ വേസ്റ്റ് എറിഞ്ഞ ഭായിമാരെ ഇറക്കി നിർത്തി ബിൽഡിംഗ് ഓണേഴ്സിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ ക്ലീൻ ചെയ്യാൻ പോവാം. ഞാൻ ചോദിക്കുന്നത്, ഇവരെല്ലാം കൂടെ ഈ അവരുടെ വേസ്റ്റ് എല്ലാം കൂടെ ആറ്റി ഇറങ്ങിയിട്ട് എന്തിനാ ഈ ആറ്റുപേട്ടയിലെ സന്നദ്ധ പ്രവർത്തകർ ഈ ചെളി വാരി എറിയുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഈ വേസ്റ്റ് എന്ത് വേസ്റ്റാ? മെനയുള്ള വേസ്റ്റ് ആണെങ്കിൽ പിന്നെ ഓർക്കാം. അപ്പൊ അതുകൊണ്ട് ആ പരിപാടി ഇവിടെ നമുക്ക് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. ഇത് എന്റെ നിങ്ങളുടെ എല്ലാം ആവശ്യമാണ് അല്ലെ. മാസം ഇവിടുന്ന് വാടക കൃത്യമായിട്ടുള്ള കിട്ടുന്നില്ലേ? അതിന് നഗരസഭയ്ക്ക് യാതൊരു തടസ്സമില്ല. ഇവിടെ നമ്പറില്ലാത്ത ഇത്ര കെട്ടിടമുണ്ട്. ആ നമ്പറില്ലാത്ത കെട്ടിടത്തിൽ താമസിക്കുന്ന ഭായിമാർ വരുമാനം കിട്ടുകയും ചെയ്തു. ആ നഗരസഭേനെയും നാട്ടുകാരെയും അതെ, കോഴി ഡ്രസ് ചെയ്യുന്ന വെള്ളം നേരെ വീഴുക. കോഴി ഡ്രസ് ചെയ്യുന്ന വെള്ളം അശുദ്ധ വെള്ളമല്ലേ? എല്ലാം ടോയ്ലറ്റിൽ നിന്ന് വരുന്ന എല്ലാം അതിന് പരിഹാരം ഉണ്ടാകണം. നഗരസഭ ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. മീനച്ചിലാർ സംരക്ഷണ സമിതി ഒരു കമ്മിറ്റി ഉണ്ട്. അത് ശരിക്കും പറയാം പൂഞ്ഞാറ് മുതൽ കോട്ടയം വരെയുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പാണ്. അവര് കോട്ടയം കളക്ടർ എടുത്ത് പരാതി കൊടുത്തു. മീനച്ചിലാർ ഏറ്റവും കൂടുതൽ മലിനമാകുന്ന സ്ഥലം ഈരാറ്റുപേട്ടയുടെ ബൗണ്ടറിക്കുള്ളിലാണ്. അവിടെ നിന്ന് എൻഫോഴ്സ്മെന്റ് ടീം വന്നു ഈരാറ്റുപേട്ടയിൽ വന്നിട്ട് ഡയറക്ഷൻ കൊടുത്തിരിക്കുക, നിങ്ങൾ കൃത്യമായി കെട്ടിടത്തിന്റെ വേസ്റ്റ് എങ്ങോട്ട് പോകുന്നു പഠിക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണമൊക്കെ നടത്തുന്നത് നമ്മൾ. അതുകൊണ്ടാണ് ചെയർമാൻ എന്നതിൽ ഞാനും എല്ലാവരും വന്നിറങ്ങിയത്. ഇല്ലേ പിന്നെ ഇത് അല്ലെ ഒരു തീരുമാനമുണ്ടാകട്ടെ. അതാണ് ഇവിടുത്തെ RRT ടീമിനെ കൂട്ടി ഇറങ്ങിയത്. അപ്പൊ നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നവ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി മാലിന്യം വലിച്ചെറിയുന്ന സംഭവങ്ങളും കണ്ടെത്തി. ബസ് സ്റ്റാൻഡ് മുതൽ കുരിക്കൽ നഗർ വരെയുള്ള കെട്ടിടങ്ങളിലാണ് സംഘം ഇന്നു പരിശോധന നടത്തിയത്.
ബസ് സ്റ്റാൻഡിനു സമീപം ആറ്റുതീരത്ത് യാതൊരു മാലിന്യ സംസ്കരണ സംവിധാനവുമില്ലാതെ പ്രവർത്തിക്കുന്ന കോഴിക്കട അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി. ഈ കോഴിക്കടയും ഇത് ക്ലിയർ ആക്കാതെ തുറക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നാളെ ലോക്ക് ചെയ്യും. എല്ലാ കെട്ടിടങ്ങൾക്കും 10 ദിവസത്തിനകം മാലിന്യ നിർമ്മാർജ്ജനത്തിന് സൗകര്യമുണ്ടാക്കണമെന്ന് നോട്ടീസും നൽകിയിട്ടുണ്ട്. നിയമം മുഖം നോക്കാതെ കർശനമായി നടപ്പാക്കാനാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് VP നാസർ പറഞ്ഞു. ഈരാറ്റുപേട്ട നഗരസഭ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഈരാറ്റുപേട്ടയിലെ സന്നദ്ധ പ്രവർത്തന ടീം എമർജൻസി, നന്മക്കൂട്ടം, റെസ്ക്യൂ ഫോഴ്സ് എന്നീ സന്നദ്ധ സംഘടനകളും ചേർന്ന് കുരിക്കൽ നഗരം മുതൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെയുള്ള ബിൽഡിങ്ങുകൾ പരിശോധിച്ചാൽ മാലിന്യങ്ങൾ പല കെട്ടിടങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ കൂട്ടിയിടുകയും ആറ്റിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ മലിനജല കുഴലുകൾ, സെപ്റ്റേജ് ഉൾപ്പെടെയുള്ള മലിനജല കുഴലുകൾ ആറ്റിലേക്ക് വെച്ചത് ശ്രദ്ധയിൽപ്പെടുകയും ആ കെട്ടിട ഉടമകൾക്ക് കർശന താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ബഷീർ കാരക്കാട്, സക്കീർ, സലീം, ബാദുഷ, കൊച്ചു മുഹമ്മദ്, നൂറുദ്ദീൻ, അമീൻ എന്നീ കെട്ടിട ഉടമകൾക്ക് നേരിട്ട് ഫോൺ മുഖാന്തരം വിളിച്ച് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ഉടമകളും വളരെ അടിയന്തരമായിട്ട് 10 ദിവസത്തിനകം തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാമെന്നും മലിനജല കുഴികളെ മാറ്റി മാലിന്യങ്ങളെ നീക്കം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യഥാസമയം നീക്കം ചെയ്തില്ല എങ്കിൽ തുടർന്ന് നോട്ടീസ് നൽകുകയും 340A പ്രകാരമുള്ള പൊതുജലാശയം വൃത്തിഹീനമാക്കുന്നതിനെതിരെ 340A പ്രകാരമുള്ള നടപടി സ്വീകരിക്കുമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 10 ദിവസം കഴിഞ്ഞ് വീണ്ടും പുനഃപരിശോധന നടത്തുകയും വീണ്ടും കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഉൾപ്പെടെയുള്ള അത് 10,000 മുതൽ 50,000 രൂപ പിഴയും 6 മാസം മുതൽ 1 വർഷം വരെ കഠിന തടവ് ശിക്ഷിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള പിഴ ചുമത്തിക്കൊണ്ട് 340A പ്രകാരമുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും.